പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചതെന്ന് 1885 മെയ് 24. കേരള ലിങ്കൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ ഗുരു ആരാണ്? അഴീക്കൽ വേലുവൈദ്യൻ. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പൻ. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് ആരാണ്? മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ. അരയ സമാജം സ്ഥാപിച്ചതാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1907. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കവി തിലകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1925. കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷം 1931. പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭ കൊച്ചി പുലയ മഹാസഭ. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം 1913. ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം 1913 ഫെബ്രുവരി 14. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകിയ രാജാവ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭ. കല്യാണദായിനി സഭ സ്ഥാപിച്ച വർഷം 1912. അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. അഖില കേരള അരയ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം 1922. TK മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ചരമഗീതം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം. പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിത ഉദ്യാന വിരുന്ന്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ലങ്കാമർദ്ദനം. ലങ്കാമർദ്ദനം രചിച്ചിരിക്കുന്ന വൃത്തം ശാർദൂല വിക്രീഡിതം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകം ജാതിക്കുമ്മി. ജാതിക്കുമ്മി രചിച്ചതാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകകൃതി ബാലകലേശം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന രചനകൾ ഉദ്യാന വിരുന്ന്, ബാലകലേശം.
താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി. ആചാരഭൂഷണം. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2013. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരി. ജ്ഞാനോദയം സഭ സ്ഥാപിച്ചതാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകൻ? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാനെല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1953. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം, സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകിയ രാജാവ്? കൊച്ചി മഹാരാജാവ്. ഏത് വർഷമാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി ലഭിച്ചത്? 1913. സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? പണ്ഡിറ്റ് KP കറുപ്പൻ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചതാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത്? ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത്? തങ്കപ്പൻ പൂയപ്പിള്ളി. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വിദ്യാനന്ദൻ. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചതെന്ന്? 1938 മാർച്ച് 23.